നമസ്കാരം. പോസ്റ്റ് ന്യൂസ് ചാനൽ ഇപ്പോഴുള്ളത് അപകട മരണങ്ങളാൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള മുതലപ്പുഴി എന്ന് പറയുന്ന പുഴിയിലാണുള്ളത്. നമുക്കറിയാം, ഓരോ മഴക്കാലവും മത്സ്യബന്ധന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഓരോ വറുതിക്കാലങ്ങളാണ്. ജീവൻ പണയം വെച്ചും തൻ്റെ കുടുംബം പട്ടിണി കൂടാതെ പുലർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് ഈ കടല്, അതായത് നിങ്ങൾക്ക് ഞാൻ ഈ വിഷ്വൽ കാണിച്ചു തരാം, വളരെ വലിയ തിരമാലകൾ, പൊങ്ങി ഉയരുന്ന തിരമാലകൾ കൊണ്ട് വളരെ അപകടം നിറഞ്ഞിരിക്കുകയാണ് ഈ മുതലപ്പുഴി. ഈ സമയത്തും തൻ്റെ ജീവൻ പണയം വെച്ച് തൻ്റെ കുടുംബം പട്ടിണിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ വളരെ അധികമാണ് ഈ പ്രദേശങ്ങളിൽ. മത്സ്യബന്ധനത്തിന് തയ്യാറെടുക്കുന്ന വള്ളങ്ങൾ ഈ ജല ഇടനാഴിയിലൂടെ ഇവിടെ എത്തുന്നു. പിന്നീട് തിര മുറിച്ചു കിടക്കുക എന്ന കടമ്പയാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ടാസ്ക് തന്നെയാണ്. മത്സ്യത്തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ അപകടങ്ങളൊക്കെ തന്നെ സംഭവിച്ചിട്ടുള്ളത് ഇവിടെയാണ്. എത്ര സാഹസികമായാണ് വള്ളങ്ങൾ തിരമുറിച്ച് കടക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കും. വലിയ തിരമാലകളുള്ള സമയമാണെങ്കിൽ എത്രത്തോളം അപകടകരമാണെന്ന് ഒന്ന് ഓർത്തു. മുൻകാലങ്ങളിൽ ഈ വറുതിക്കാലം കവർ ചെയ്യുന്നതിന് വേണ്ടി അവർ ചെയ്തിരുന്നത്, അല്ലാത്ത സമയങ്ങളിൽ മത്സ്യസമ്പത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഈ കാലം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വരുക്കൂട്ടി വെക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കാരണം മത്സ്യസമ്പത്തിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു, മത്സ്യസമ്പത്ത് തന്നെ കുറഞ്ഞു പോയി എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പക്ഷം. അതുകൊണ്ട് തന്നെ അവർ നിർബന്ധിതമാണ് ഈ സമയത്തും, ഈ അപകടം പിടിച്ച സമയത്തും അവർക്ക് തൊഴിലെടുക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. കാലാവസ്ഥയിൽ നിന്നുള്ള വ്യതിയാനം 2-3 ദിവസമായി നമുക്കറിയാം, ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കടലിൽ ഉയർന്ന തിരമാലകൾ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും രാവിലെ തൻ്റെ കുടുംബം പട്ടിണിയിലാവാതിരിക്കുവാൻ വേണ്ടി കടലിൽ പോകാൻ ഇവിടെ എത്തുമ്പോൾ അവർക്ക് ഈ പൊഴി മുറിച്ച് കടലിലോട്ട് കടക്കാൻ കഴിയാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ വള്ളങ്ങൾ നിരന്ന് കിടക്കുകയായിരുന്നു. എന്നാൽ തിരയ്ക്ക് ഒരല്പം ശമനമുണ്ടായപ്പോൾ കുറച്ച് വള്ളങ്ങൾ കടലിൽ മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ട്. ഏതായാലും വളരെ അപകടം പിടിച്ച ഒരു സമയമാണ്, വളരെ അപകടം പിടിച്ച ഒരു തൊഴിലാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ സമയത്ത് കൃത്യമായ ഇടപെടൽ നടത്തി മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഈ സമയത്ത് വീട്ടിലിരുന്ന് ആഹാരം കഴിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്നാണ് ഞങ്ങൾക്ക് നമ്മുടെ സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളത്. ക്യാമറാമാൻ ബാഹുലേനോടൊപ്പം ശ്യാം കടിഞ്ഞംകുളം, പോസ്റ്റ് ന്യൂസ്.